എല്ലാത്തരം ബാഗുകളുടെയും വൈവിധ്യമാർന്ന കളക്ഷൻ, അതും 1 ഇയർ വാറണ്ടിയോടെ. കൂടാതെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ബാഗുകൾ നിർമ്മിച്ചു നൽകുന്നു, ഓർഡറുകൾ സ്വീകരിക്കുന്നു, എല്ലാത്തരം ബാഗുകളും റിപ്പയർ ചെയ്യുന്നു. ലെവിൻസ് ബാഗ്സ്, ബസ് സ്റ്റാൻഡ്, കരുളായി. ശക്തമായ മഴ പെയ്തതോടെ വീടിനുള്ളിലേക്ക് വെള്ളം കയറി കുടുംബം ദുരിതത്തിൽ. വണ്ടൂർ ചെട്ടിയാറമ്മൽ താമസിക്കുന്ന ചേലാമട്ടത്തിൽ അഷ്റഫിന്റെ വീടിനുള്ളിലേക്കാണ് വെള്ളം കയറിയത്. സമീപത്തുണ്ടായിരുന്ന ഓവുചാൽ അടച്ചതാണ് വെള്ളക്കെട്ടിന് കാരണമായതെന്ന് കുടുംബം ആരോപിച്ചു. ചെട്ടിയാറമ്മൽ വെണ്ണിയംകുന്ന റോഡിൽ അങ്കണവാടിക്ക് പിറകുവശത്തുള്ള വീട്ടിലേക്കാണ് വെള്ളം കയറിയത്. വീടിന് സമീപത്ത് നേരത്തെയുണ്ടായിരുന്ന ഓവുചാല് മണ്ണിട്ട് നികത്തിയോടെ വെള്ളം തോടിലേക്ക് ഒഴുകിപ്പോവാതെ ഇവിടെ കെട്ടിക്കിടക്കുകയാണ്. വെള്ളം കയറിയതോടെ വീടിന് സുരക്ഷാ ഭീഷണിയും ഇഴജന്തുക്കൾ ഉൾപ്പെടെ വീടിനുള്ളിലേക്ക് കയറുന്ന സ്ഥിതിയുമുണ്ട്. മണ്ണിട്ട് നികത്തിയ ഓവുചാൽ തുറക്കാതെ പ്രശ്നത്തിന് പരിഹാരമാവില്ലെന്നും തങ്ങൾക്ക് മറ്റു മാർഗങ്ങളില്ലെന്നും അഷ്റഫ് പറഞ്ഞു. ഞാൻ ഇവിടെ താമസിച്ചു തുടങ്ങിയിട്ട് 10-20 വർഷമായി. ഇതാദ്യമായിട്ടാണ് ഇത്രത്തോളം വെള്ളം എൻ്റെ വീട്ടിലേക്ക് കയറിയത്. അതിന് കാരണം എൻ്റെ തൊട്ടടുത്തുള്ള എല്ലാ സ്ഥലത്തും മണ്ണിട്ടും കണ്ട് നല്ലോണം പൂന്തിച്ചിരിക്കണം. അപ്പോൾ ഈ വെള്ളം പോകാനൊരു ഓവുചാലുണ്ടായിരുന്നു ഇവിടെ. ആ ഓവുചാൽ റിക്കാർഡിക്കലായിട്ട് ആദ്യം പഞ്ചായത്തിൽ റിക്കാർഡിക്കലായിട്ട് ഉണ്ടായി രേഖകളൊക്കെ. അത് പഞ്ചായത്തിലെ മെമ്പർ ഞങ്ങളെ മെമ്പർ, വാർഡ് മെമ്പർ, ഓൻ്റെ ബാക്കിയുള്ള പോലെ, അതായത് ബന്ധുക്കളെ സ്ഥലമാണിത് ഈ മണ്ണിട്ടത്. അപ്പോൾ ഓൽക്ക് ഇതിൻ്റെ ആനുകൂല്യം കിട്ടാൻ വേണ്ടി അവൻ പഞ്ചായത്തിൽ നല്ല കളി കളിച്ചുകൊണ്ട് ആ റിക്കാർഡിക്കലായിട്ടില്ല ആ ഓവുചാൽ റിക്കാർഡിക്കലായിട്ട് ഇല്ലാതാക്കിക്കൊണ്ട് ആ ആനുകൂല്യത്തിൽ ആ തണലിൻ്റെ വെളിച്ചത്തിൽ പോലും മണ്ണിട്ട് മൂടി. ഇപ്പോൾ എൻ്റെ വീട്ടിൽ അകത്തൊക്കെ അത് റൂമുകളൊക്കെ വെള്ളം കയറി കണ്ട് ആകെ ബുദ്ധിമുട്ടി നിൽക്കുകയാണ്. എന്താ ഇതിന് പരിഹാരം പഞ്ചായത്തിന് ബന്ധപ്പെട്ട ആൾക്കാരും ചെയ്തു തരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാ ഇഴജന്തുക്കളടക്കം ഇന്നലെ രാത്രി എൻ്റെ വീട്ടിലേക്ക് കയറി വന്നിട്ട് ആകെ ബുദ്ധിമുട്ടിലാണ്. ഞാനൊരു പാവപ്പെട്ട മനുഷ്യനാണ്, കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന ആളാണ്. എന്നെക്കൊണ്ട് ഒരു മാർഗ്ഗമല്ല ഇത് പൊളിച്ചു കയറ്റാൻ. അപ്പോൾ നിങ്ങൾ ഇതിനൊരു ശാശ്വത പരിഹാരം എനിക്ക് ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭാവി ജീവിതം വളരെ അവതാളത്തിലാണ്. എനിക്ക് ആൺകുട്ടികളില്ല, 2 പെൺകുട്ടികളാണുള്ളത്. എനിക്ക് സഹായിക്കാൻ ആരുമില്ല. ഇത് എന്തെങ്കിലും ഒരു മാർഗം ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭാവി ജീവിതം വളരെ അവതാളത്തിലാണ്. ഇതിന് സമീപത്ത് അഷ്റഫിന്റെ സഹോദരൻ വീട് വെച്ചപ്പോൾ ഈ ഓവുചാൽ പഞ്ചായത്ത് രേഖയിൽ ഉള്ളതാണെന്നും നികത്തരുതെന്നും ഗ്രാമപഞ്ചായത്ത് അംഗം പറഞ്ഞിരുന്നു. എന്നാൽ ഇതേ ഗ്രാമപഞ്ചായത്ത് അംഗം തന്നെയാണ് തന്റെ ഇഷ്ടക്കാർക്ക് വേണ്ടി ഇപ്പോൾ ഓവുചാൽ മണ്ണിട്ട് നികത്തിയതെന്നും അഷ്റഫിന്റെ സഹോദരൻ പറഞ്ഞു. ഇതിപ്പോ ഈ വെള്ളം കയറി നിൽക്കുന്ന ജാസ്മിന്റെ വീടാണ്. അപ്പൊ തൊട്ടപ്പുറത്താണ് എന്റെ വീട് കിടക്കുന്നത്. അപ്പോ അതിൽ കൂടെ പഞ്ചായത്ത് അംഗീകരിച്ചൊരു ഓവുചാലുണ്ടേനി. അപ്പോ ആ തൊട്ടപ്പുറത്ത് പറന്ന് ഈ ഭാഗത്തേക്ക് പോകാൻ ഓവുചാലേനി. അതിൽ ഞാൻ എൻ്റെ സ്ഥലത്ത് മണ്ണിട്ടപ്പോൾ മെമ്പർ അന്ന് പറഞ്ഞത് ഇത് അംഗീകരിച്ച ഓവുചാലാണ്, ഇത് അടക്കാൻ പറ്റില്ല എന്നാണ്. ഇപ്പോൾ ഞാൻ ആ മണ്ണുകളിൽ ഒഴിവാക്കിയിട്ട് അവിടെ ഒരു ഓവുചാല് കൊടുത്തുകൊണ്ട് മണ്ണിട്ടിട്ട് ശേഷം ഇപ്പുറത്ത് ഓൻ്റെ മെമ്പറും ബന്ധുക്കാരും മണ്ണിട്ടപ്പോൾ ഓലോട് പറഞ്ഞെന്താ, ഇത് അംഗീകരിച്ച ഓവുചാലല്ല, ആർക്കും തൂർക്കാന്നാണ് പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഓവുചാല് തൂർത്തുകൊണ്ട് ഈ പ്രശ്നം വന്നിട്ടുള്ളത്. ഇതിന് ഓവുചാല് തുറക്കല്ലാതെ യാതൊരു മാർഗവുമല്ല. അതിന്റെ മേൽ നടപടികൾ പഞ്ചായത്ത് സ്വീകരിക്കണം എന്നാണ് എനിക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്. എത്രയും വേഗം പ്രശ്നത്തിന് പരിഹാരം കാണാൻ അധികൃതർ ഇടപെടണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. ഇവരുടെ പരാതി പ്രകാരം വില്ലേജ് ഓഫീസറും സ്ഥലം സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.